ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസ് ക്യൂസീൻ. ഇന്ന് ഡൽഹിയിലെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ കുത്തബ് മിനാറാണ് വിസിറ്റ് ചെയ്യുന്നത്. ഇതെൻ്റെ ഡൽഹി ട്രിപ്പ് വീഡിയോസിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐ ബട്ടണിലും കൊടുക്കാം. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഫാമിലി ട്രിപ്പാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ലൈക്ക് നാട്ടിൽ നിന്ന് പിന്നെ അതുപോലെ കുവൈത്തിൽ നിന്ന് ഒക്കെ ഡൽഹിയിലേക്ക് എത്തുന്നതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ഞങ്ങൾ കരോൾബഗിലാണ് താമസിച്ചത്. അപ്പോൾ അവിടുത്തെ ഹോട്ടൽ റിവ്യൂ എല്ലാം ആ വീഡിയോയിലുണ്ട്. ഞങ്ങൾ ഈ നിർത്തിയിട്ടിരിക്കുന്ന വൈറ്റ് ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം പിടിച്ച ഒന്നാണ് കുത്തബ് ഗ്രൂപ്പ് ഓഫ് കോംപ്ലക്സ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ക്യാഷ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 40 റുപ്പീസും ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ 35 റുപ്പീസാണ്. ഫോറിനേഴ്സിന് 550 റുപ്പീസും ക്യാമറ അകത്ത് കൊണ്ടാണെങ്കിൽ എക്സ്ട്രാ ചാർജ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കോയിനാണ് കിട്ടുക. കോയിൻ ഇവിടെ നമ്മൾ കാണിക്കണം, എന്നിട്ട് നമ്മളത് സൂക്ഷിച്ച് വെക്കണം. കാരണം തിരിച്ചു പോകുമ്പോൾ ആ കോയിൻ നമ്മൾ തിരിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ കുത്തബ് കോംപ്ലക്സിൻ്റെ ഫസ്റ്റ് എൻട്രൻസിലേക്കാണ് പോകുന്നത്. ഇതിനകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് കുത്തുബുദ്ദീൻ ഐബക്കാണ്. അവസാനത്തെ ഹിന്ദു റൂളറായ പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ച് ഗോരി സാമ്രാജ്യത്തിന്റെ സുൽത്താനായ മുഹമ്മദ് ഗോരി ഡൽഹി പിടിച്ചെടുത്തു. മുഹമ്മദ് ഗോരിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ സൈന്യാധിപനായ കുത്തബുദ്ദീൻ ഐബക്ക് ഡൽഹി ആസ്ഥാനമായി സ്ഥാപിച്ച സുൽത്താനേറ്റാണ് ഡൽഹി സുൽത്താനേറ്റ്. പിന്നീട് അതിനെ മംലുക് ഡൈനാസ്റ്റി എന്നും സ്ലേവ് ഡൈനാസ്റ്റി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. ഇതാണ് നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്ത കുത്തബ് മിനാർ, വേൾഡിലെ ടോളസ്റ്റ് ബ്രിക്ക് മിനാരത്ത്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു മിനാറാണത്. ഏകദേശം 800 ഇയേഴ്സ് പഴക്കമുണ്ട് ഇതിന്. കുത്തബ് മിനാറിന്റെ ഹൈറ്റ് 72.5 മീറ്റർ ആണ്. ഇത് മുകളിലേക്ക് പോകുന്തോറും ഇതിന്റെ വിഡ്ത്ത് കുറഞ്ഞു വരികയാണ്. ഇതിന്റെ ബേസിന്റെ ഡയമീറ്റർ 14.32 മീറ്ററും ഏറ്റവും ടോപ്പിലുള്ള ഡയമീറ്റർ 2.75 മീറ്ററുമാണ്. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിലാണ് കുത്തബ് മിനാർ ബിൽഡ് ചെയ്തത്. ഇത് ബിൽഡ് ചെയ്യാൻ റെഡ് സാൻഡ്സ്റ്റോൺ ആണ് യൂസ് ചെയ്തത്. അഫ്ഗാനിസ്ഥാനിലെ മുഹമ്മദ് ഗോരിയുടെ ഭരണകാലത്ത് കുത്തബ് മിനാറിന്റെ മാതൃകയിൽ ഒരുപാട് മിനാരത്തുകൾ ഉണ്ടായിരുന്നു. കുത്തബ് മിനാറിന്റെ അകത്ത് അതിന്റെ മുകളിലേക്ക് എത്താൻ 379 സ്റ്റെപ്സ് ഉണ്ട്. പണ്ടൊക്കെ ഇവിടെ എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ 1981 ഉണ്ടായിരുന്ന ഒരു ആക്സിഡന്റിന് ശേഷം ഇവിടുത്തെ എൻട്രൻസ് ക്ലോസ് ചെയ്തു. ആ ആക്സിഡന്റിൽ തിക്കിലും തിരക്കിലും പെട്ട് 40 മുകളിൽ ആൾക്കാരും മരിച്ചിട്ടുണ്ട്. അതിൽ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് എല്ലാം ഉണ്ടായിരുന്നു. കുത്തബ് മിനാറിന്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് കുവത്തുൽ മോസ്ക് ആണ്. കുത്തബ് മിനാറിന്റെ ഓരോ നിലയിലും അതിമനോഹരമായ കൊത്തുപണികൾ നമുക്ക് കാണാം. ആദ്യത്തെ നിലയിൽ അറബിക് കാലിഗ്രാഫി കല്ലിൽ കൊത്തിയതും നമുക്ക് കാണാം. കുത്തബ് മിനാറിന്റെ ആർക്കിടെക്ചറിലുള്ള ഒരു പ്രത്യേകതയാണിത്. ഇത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിന്റെ ഒന്ന് ട്രയാങ്കിളും അടുത്തത് സെമി സർക്കിൾ ആണ്. പിന്നെ ഒരു ട്രയാങ്കിൾ, സെമി സർക്കിൾ. നാച്ചുറൽ കലാമിറ്റീസിനെ റെസിസ്റ്റ് ചെയ്യാനാണ് ഇങ്ങനെ ബിൽഡ് ചെയ്തത്. ശക്തമായ കാറ്റ് ഏത് ആംഗിളിൽ വന്നാലും ഇങ്ങനെ ഒരു ആർക്കിടെക്ചർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ശക്തി കുറയ്ക്കും. കുത്തബ് ബിൻ ഐബക്ക് കുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ അടുത്ത് അതിന്റെ മിനാരത്തായിട്ട് കുത്തബ് മിനാർ നിർമ്മിച്ചതാണ്, ഒരു റിലീജിയസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ മൊമെന്റമായിട്ട്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റോറി കുത്തബ് ബിൻ ഐബക്ക് ആണ് നിർമ്മിച്ചത്. ആദ്യത്തെ നില പണി കഴിച്ചപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചുപോയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയും മരുമകനുമായ ഇൽത്തുമിഷ് ആണ് ബാക്കി നില പണി കഴിപ്പിച്ചത്. 1220 ഇൽത്തുമിഷ് ഇതിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും നില കൂടി പണികഴിപ്പിച്ചു. 1368 ഇടിമിന്നൽ കാരണം കുത്തബ് മിനാറിന് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ ഫിറോസ് ഷാ തുഗ്ലക് അതിന്റെ നാലാമത്തെ നില മാറ്റി പണിയുകയും 5ാമത്തെ നില ആഡ് ചെയ്യുകയും ചെയ്തു. കുത്തബ് മിനാറിന്റെ ഓരോ നിലയിലും ബാൽക്കണി ഉണ്ട്. അതിമനോഹരമായ കൊത്തുപണികളാണ് ബാൽക്കണിയിലുള്ളത്. ഇടിമിന്നല്, എർത്ത് ഒക്കെ കാരണം കുത്തബ് മിനാറിന് പല കാലഘട്ടങ്ങളിലായിട്ട് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്, ഇബ്രാഹിം ലോധി എന്നിങ്ങനെ പല രാജാക്കന്മാര് ഇതിന്റെ കേടുപാടുകൾ തീർത്തിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിലായിട്ട് പല രാജാക്കന്മാര് ഇത് റീവർക്ക് ചെയ്തുകൊണ്ട് അതിന്റെ ആർക്കിടെക്ചറിൽ അതിന്റെ ഡിഫറൻസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആദ്യത്തെ 3 നില ഇപ്പൊ കംപ്ലീറ്റ്ലി റെഡ് സാൻഡ്സ്റ്റോണിലാണ്. ഫിറോസ് ഷാ തുഗ്ലക് 4ാമത്തെ നില റീബിൽഡ് ചെയ്ത സമയത്ത് അതിൽ വൈറ്റ് മാർബിളും യൂസ് ചെയ്തിട്ടുണ്ട്. 5th ഫ്ലോറിലും വൈറ്റ് മാർബിൾസ് ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഓരോ നിലയിലുള്ള കൊത്തുപണിയിൽ വരെ ചെറിയ ഡിഫറൻസസ് കാണാൻ പറ്റും.
കുത്തബ് മിനാറിന് വിക്ടറി ടവർ എന്നും പറയും. പൃഥ്വിരാജ് ചൗഹാൻ രാജാവിനെ തോൽപ്പിച്ച് ഇസ്ലാം ഭരണം ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ ആ വിക്ടറിയെ മാർക്ക് ചെയ്തിട്ടാണ് കുത്തബ് മിനാർ ബിൽഡ് ചെയ്തത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ വിക്ടറി ടവർ എന്ന് വിളിക്കുന്നത്. കുത്തബ് കോംപ്ലക്സിൽ അതിമനോഹരമായ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ അലാവുദ്ദീൻ ഖിൽജി 1311 പണിത ഒരു സൃഷ്ടിയാണ് അലൈ ദർവാസ. ഖുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് അലൈ ദർവാസ പണിതത്. ഖുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ 4 സൈഡ്സിലും പണിയാനായിരുന്നു അലാവുദ്ദീൻ ഖിൽജി പ്ലാൻ ചെയ്തത്. ബട്ട് 1316 അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി അത് സ്റ്റോപ്പ് ചെയ്തു. റെഡ് സാൻഡ്സ്റ്റോണും വൈറ്റ് മാർബിളും യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ നിർമ്മിതി. റെഡ് ലൈംസ്റ്റോണിൽ ഭംഗിയായിട്ട് കൊത്തിയെടുത്ത അറബിക് കാലിഗ്രഫി. ഇതിന്റെ ഇൻസ്ക്രിപ്ഷൻസ് നക്ഷ് സ്ക്രിപ്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. റെഡ് ലൈംസ്റ്റോണിലുള്ള കൊത്തുപണികളും അതിന്റെ കൂടെ വൈറ്റ് മാർബിൾസിലുള്ള പണികളും പിന്നെ ഇതിന്റെ വിൻഡോസ് ഒരു ജാലകം ടൈപ്പാണ്. അതൊക്കെ വൈറ്റ് മാർബിളിലുള്ള കൊത്തുപണികളാണ്. അത് വിൻഡോസിന്റെ മുകളിൽ ചെറിയ തൂണുകളൊക്കെ ഉണ്ട്. എല്ലാം കൂടി വരുമ്പം ഒരു ഹെവൻലി ഫീലാണ്. ഇത് ഇതിന്റെ ഇന്റീരിയർ പാർട്ടാണ്. ഇന്റീരിയർ പാർട്ടിൽ കംപ്ലീറ്റ്ലി കൊത്തുപണികളാണ്. ഇതിന്റെ ഇന്റീരിയറിൽ ഒരു സിംഗിൾ ഹോളാണ്. ഇതിന്റെ ഇന്റീരിയർ പാർട്ടിന്റെ ഹൈറ്റ് 10.5 മീറ്ററും ഇത് പുറത്തുനിന്ന് 18 മീറ്റർ ഹൈറ്റ് ആണ് ഉള്ളത്. ഇതിന്റെ വാൾസിനൊക്കെ 3.4 മീറ്റർ തിക്നെസ് ഉണ്ട്. ഇതിന്റെ മുകളിൽ ഒരു ഡോം ഉണ്ട്. ആ ഡോമിന് 47 ഫീറ്റ് 14 മീറ്റർ ഹൈറ്റ് ആണ് ഉള്ളത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ആർക്കിടെക്ചർ ആണല്ലേ ഇത്. അന്നത്തെ കാലത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. ടൂം ഓഫ് ഇമാം ജമീൻ. ഇമാം ജമീൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് അലി എന്നാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഡയറക്റ്റ് ഡിസെൻഡന്റ് ആണ് അദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. ഖുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ ഇമാമായിരുന്നു അദ്ദേഹം. സുൽത്താൻ സിക്കന്ദർ ഖാൻ ലോധിയുടെ സമയത്ത് അദ്ദേഹം തുർക്കിസ്ഥാനിന്ന് ഡൽഹിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്. കുത്തബ് മിനാറിന്റെ പണി കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് നിർമ്മിച്ചത്. ഈ സ്പോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. 3 ഗ്രേറ്റ് മോണമെന്റ്സ് ഇൻ 1 ഫ്രെയിം. അലൈ ദർവാസ, ടൂം ഓഫ് ഇമാം ജമീൻ ആൻഡ് കുത്തബ് മിനാർ ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഇത് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് ഫോട്ടോ സ്പോട്ടാണ്. 16th സെഞ്ചുറിയിൽ മുഗൾ എംപറർ ഹുമയൂണിന്റെ സമയത്ത് ലോധി സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷനിൽ ബിൽഡ് ചെയ്തതാണിത്. അവിടെ എൻട്രൻസിൽ എഴുതിയിട്ടുള്ളത് 1537ലും 38ലും ആയിട്ടാണ് ഇത് ബിൽഡ് ചെയ്തത്. ഇതിലും റെഡ് സാൻഡ്സ്റ്റോണും മാർബിളും ആണ് യൂസ് ചെയ്തത്. ഇതാണ് അദ്ദേഹത്തിന്റെ കവർ. ഫുൾ കൊത്തുപണികളാണ് ഇതിലും കംപ്ലീറ്റ് ആയിട്ട്. ഇതിന്റെ മുകളിൽ ഒരു ഡോം ഉണ്ട്. ഈ ഡോമും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്വയർ ഷേപ്ഡ് ബിൽഡിംഗ് ആണ്. ഇതിന്റെ ഹൈറ്റ് 7.3 മീറ്റർ ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആണ്. 12 പില്ലേഴ്സ് ആണ് ഈ റൂഫിന് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ പില്ലറിന്റെ ഇടയിലും ഒരു ജാലകം വിൻഡോ ടൈപ്പ് ആയിട്ട് റെഡ് സ്റ്റോൺ കൊണ്ടുള്ളത് ഉണ്ട്. ഇത് ഇമാം ജമീൻ അദ്ദേഹത്തിന് വേണ്ടി ബിൽഡ് ചെയ്തതാണ്. 1538 ഇതിന്റെ വർക്ക് ഫിനിഷ് ആയതിനു ശേഷം അദ്ദേഹം ഇവിടെയായിരുന്നു കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ വസിയത്ത് പ്രകാരം അദ്ദേഹം 1539 മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഖബർ അവിടെ തന്നെ മറവ് ചെയ്തു. ഞങ്ങളുടെ ഫോട്ടോ സെഷനും ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് പെയ്ഡ് ഫോട്ടോഗ്രാഫേഴ്സ് കിട്ടും. ഇപ്പോൾ ഒരു ഫോട്ടോക്ക് അവർ 50 റുപ്പീസ് ആണ് ചാർജ് ചെയ്യുക. നമ്മൾ കുറേ ബാർഗെയിൻ ചെയ്താൽ നമ്മൾ കുറേ പേരുണ്ടായതുകൊണ്ട് അങ്ങനെ 40ക്കൊക്കെ കിട്ടും എന്നല്ലാതെ അതിലവർ കുറയ്ക്കില്ല. പക്ഷെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് കുത്തബ് മിനാർ മുഴുവനായിട്ട് കിട്ടും. ആ ഫുൾ ലെങ്ത്തിൽ കിട്ടും. ആ ഫോട്ടോസിനൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഞങ്ങൾ ചെന്ന ദിവസം കുറച്ചൊരു ഫോഗി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചൊരു മങ്ങിയിട്ടായിരുന്നു ഞങ്ങളുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നത്. യിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വേ ആണിത്. കൂവത്തുൽ മോസ്കിന്റെ സദേൺ ഗേറ്റ് വേയിലാണ് അലൈ ദർവാസ സ്ഥിതി ചെയ്യുന്നത്. ഇതിന് റോയൽ ഗേറ്റ് വേ എന്നും പറയും. സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി കുവത്തുൽ ഇസ്ലാം മോസ്കിലേക്ക് പോയത് എപ്പോഴും ഈ ഗേറ്റ് വേയിലൂടെയാണ്. അതുകൊണ്ടാണ് ഇതിനെ റോയൽ ഗേറ്റ് വേ എന്ന് വിളിക്കുന്നത്. ചെറുതായിട്ടൊരു വശത്തേക്ക് ചെരിഞ്ഞ രീതിയിലാണ് കുത്തബ് മിനാർ കാണപ്പെടുന്നത്. വർഷങ്ങളായിട്ട് ഈ മിനാറിന്റെ മുകളിൽ നടത്തിയ എക്സ്പാൻഷൻ വർക്ക്സും പിന്നെ ഇതിന്റെ ഓരോ നവീകരണ വർക്ക്സും ഒക്കെയാണ് ഈ ഒരു ചെരിവിനുള്ള കാരണം. നമുക്കിനി കുത്തബ് കോംപ്ലക്സിലെ അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്ത് അദ്ദേഹം ഇവിടെ ഒരു മദ്രസ പണിതിരുന്നു. ഇന്ത്യയിലെ ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്ത മദ്രസയാണ്. ഈ കാണുന്നതാണ് ആ മദ്രസ. ആ മദ്രസയ്ക്ക് ഒരു ഡോമൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ മദ്രസയുടെ സൈഡിൽ കാണുന്നതാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ ടൂം.
ഇതിനകത്താണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. ഇതിന്റെ ഒരുപാട് ഭാഗങ്ങൾ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. എൽ ഷേപ്പ് മദ്രസയിലെ സദേൺ വിങ്ങിലെ സെൻട്രൽ റൂമിലാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ ടൂം ഉള്ളത്. ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഒരു മദ്രസയുടെയും ടൂമിന്റെയും കോമ്പിനേഷൻ രണ്ടും ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നത്. കുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ സൗത്ത് വെസ്റ്റ് പാർട്ടിലാണ് മദ്രസ ഉള്ളത്. കുത്തബ് ബിൻ ഐബക് 1192 കുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ പണി തുടങ്ങിയത്. എർത്ത്ക്വേക്ക് പോലത്തെ നാച്ചുറൽ കലാമിറ്റീസ് കാരണം ഇതിന്റെ ഒരുപാട് ഭാഗങ്ങൾ നശിച്ചു പോയിരുന്നു. കുവത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഗ്ലോറി ഓഫ് ഇസ്ലാം അല്ലെങ്കിൽ മൈറ്റ് ഓഫ് ഇസ്ലാം എന്നാണ്. ഡൽഹിയിലെ ഇസ്ലാമിക് റൂൾ ആരംഭിച്ചിട്ട് പണിത ആദ്യത്തെ പള്ളിയാണ് കുവത്തുൽ ഇസ്ലാം. അവരുടെ ആ വിക്ടറി, ആ ഒരു ഇസ്ലാമിക് റൂൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവർ ഈ മോസ്ക് പണിതത്. കുത്തബുദ്ദീൻ ഐബക്കാണ് കുവത്തുൽ ഇസ്ലാം മോസ്ക് പണിതത്. പക്ഷെ അത് പല ഘട്ടങ്ങളിലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയും പൊളിച്ചു പണിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അദ്ദേഹത്തിന്റെ മരുമകൻ ഇൽത്തുമിഷ് ആണ് അത് എക്സ്റ്റെൻഡ് ചെയ്തത്. അതിനുശേഷം അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലത്തും അതിന്റെ എക്സ്റ്റൻഷൻ നടന്നിട്ടുണ്ട്. ഇസ്ലാം മോസ്കിന്റെ ബാക്ക് സൈഡിലെ എൻട്രൻസ് ആണ്. എത്ര ഹൈറ്റിലാണ് ഈ മോസ്ക് ഉള്ളത് എന്ന് നോക്കണം. ഇതിന്റെ നശിച്ചു പോയതിൽ ബാക്കിയുള്ള ഭാഗങ്ങളാണെങ്കിലും അത് തന്നെ നമുക്ക് ശരിക്കും ഒരു അത്ഭുതമാണ്. ഈ ഒരു കുത്തുബ് കോംപ്ലക്സിൽ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഒന്നാണ് കുവത്തുൽ ഇസ്ലാം മോസ്ക്. ഇവിടെ നമ്മൾ ഡേയിൽ മാത്രമല്ല നൈറ്റിലും വിസിറ്റ് ചെയ്യേണ്ടതാണ്. നൈറ്റിൽ കുത്തബ് മിനാറിന്റെ മുകളിൽ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടാവും. അതും വളരെ ഭംഗിയുള്ളതും അട്രാക്റ്റീവും ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. തീർച്ചയായും ഞങ്ങൾ ഇനി ഒരു പ്രാവശ്യം കൂടി ഡൽഹി വിസിറ്റ് ചെയ്യും, ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് കാണാൻ വേണ്ടി. ഇനി നമ്മൾ ടൂം ഓഫ് ഇൽത്തുമിഷ് കാണാനാണ് പോകുന്നത്. കുത്തബ്ദീൻ ഐബക്കിന്റെ സക്സസറും അദ്ദേഹത്തിന്റെ മരുമകനുമാണ് ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. സ്ലീവ് ഡൈനാസ്റ്റിയിലെ രണ്ടാമത്തെ സുൽത്താനാണ്. ഡൽഹിയിലെ ആദ്യത്തെ ടൂമാണ്. അതുപോലെ ഇന്ന് സർവൈവ് ചെയ്യുന്ന ഇസ്ലാമിക് റൂളേഴ്സിന്റെ ടൂമിൽ ഒന്നാണിത്. ഇതിനൊരു സ്ക്വയർ സ്ട്രക്ചറാണ്. എല്ലാ സൈഡിലും 9 മീറ്റർ മെഷർമെന്റ് ആണ്. ഇതിന്റെ ഔട്ടർ പോർഷനിൽ അധികം ഡിസൈനും ഡെക്കറേഷൻസും ഒന്നുമില്ല. ഈ സ്ട്രക്ചറിന്റെ സെന്ററിൽ ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ വൈറ്റ് മാർബിളിൽ ഒരു സെനറ്റഫ് ഉണ്ട്. റെഡ് സാൻഡ്സ്റ്റോണിൽ കാർവ് ചെയ്ത അറബിക് ഇൻസ്ക്രിപ്ഷൻസും ഫ്ലോറൽ ആൻഡ് ജിയോമെട്രിക്കൽ പാറ്റേൺസ് ഒക്കെ നമുക്കിവിടെ കാണാം. ഇതിന്റെ ഇന്റീരിയർ മുഴുവനായിട്ട് വളരെ ഭംഗിയുള്ള ഡിഫറെന്റ് പാറ്റേൺസിലും ലോട്ടസ് പോലത്തെ പല ഫ്ലോറൽ ഡിസൈൻസിലും ഒക്കെ ഉള്ള കുത്തുപണികളാണ്. സാൻഡ്സ്റ്റോണിലാണ് ഇതിന്റെ ഇന്റീരിയർ അധികം ചെയ്തിട്ടുള്ളത്. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിലാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. ഇതിന്റെ മുകളിലത്തെ പോർഷൻ നശിച്ചു പോയതാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഒരു ഡോമും ഉണ്ടായിരുന്നു. ഈ ടൂം അദ്ദേഹം തന്നെ ബിൽഡ് ചെയ്തതാണ് 1235, അതായത് മരിക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് 1236 അദ്ദേഹം മരണപ്പെട്ടു. കോംപ്ലക്സിൽ ഒരു ഇൻകംപ്ലീറ്റ് മോണമെന്റ് ഉണ്ട്, എ പാർഷ്യലി ബിൽഡ് ഹിസ്റ്റോറിക്കൽ മോണമെന്റ്, അലൈ മിനാർ. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണസമയത്ത് അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങൾ ജയിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ വിക്ടറി മാർക്ക് ചെയ്യാൻ അദ്ദേഹം ഒരു മിനാർ കൺസ്ട്രക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. കുത്തബ് മിനാറിന്റെ ഡബിൾ ഹൈറ്റിലാണ് ഈ മിനാർ ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ അദ്ദേഹം ഇതിന് ഒരു പേര് ഇട്ടു. അലാവുദ്ദീൻ ഖിൽജി എന്ന പേരിനോട് സാമ്യമുള്ള പേരാണ് അലൈ മിനാർ. 1311 അലൈ മിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ നില ആയപ്പോ തന്നെ 1316 അലാവുദ്ദീൻ ഖിൽജി മരണപ്പെട്ടു. പിന്നീട് വന്ന രാജാക്കന്മാരൊന്നും ഇതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അലൈ മിനാർ ഇപ്പോഴും ഒരു ഇൻകംപ്ലീറ്റ് സ്ട്രക്ചർ ആയിട്ട് ഉള്ളത്. ഇതിന്റെ ഹൈറ്റ് 24.38 മീറ്റർ ആണ്. ഇതിന്റെ സർക്കംഫറൻസ് 77.72 മീറ്റർ. ഇതിന്റെ ആ വാള് നല്ല തിക്ക് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തത്. 5.8 മീറ്റർ തിക്നെസ് ഉണ്ട് അതിന്. കുറച്ചു പേർക്കെങ്കിലും ഉള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കുത്തബ് മിനാർ എന്ന പേരിട്ടത് കുത്തുബുദ്ദീൻ ഐബക് സുൽത്താന്റെ ഓർമ്മക്കായിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല. ആ പേരിട്ടത് ഡൽഹിയിൽ 12th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന കുത്തുബുദ്ദീൻ ബാഖിയാർ കാക്കി എന്ന് പറയുന്ന ഒരു സൂഫിയുടെ ഓർമ്മക്കായിട്ടാണ്. അദ്ദേഹത്തിന്റെ ദർഗയും ഡൽഹി മെഹ്റോളിക്ക് അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കുവത്തുൽ ഇസ്ലാം മോസ്ക് ആദ്യം ജാമിയ മസ്ജിദ് അല്ലെങ്കിൽ ഫ്രൈഡേ മോസ്ക് എന്നായിരുന്നു അറിയപ്പെട്ടത്. ഈ പള്ളിയിലേക്കുള്ള ഒരു എൻട്രൻസ് ആണിത്.
ഇതിലൂടെ കയറുമ്പോൾ നമ്മളൊരു കോർട്ട്യാർഡിലേക്കാണ് എത്തുന്നത്. ഈ കോർട്ട്യാർഡിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊത്തുപണികളുള്ള ഒരുപാട് പില്ലേഴ്സ് കാണാം. ഒരു റെക്ടാങ്കുലർ ഷേപ്ഡ് കോർട്ട്യാർഡാണ് ഈ മസ്ജിദിനുള്ളത്. കുതുബുദ്ദീൻ ഐബക്ക് അമ്പലത്തിന്റെ ഭാഗങ്ങളായ തൂണുകളും ഈ മസ്ജിദിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ തൂണിന്റെ മുകളിലുള്ള കൊത്തുപണികൾ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഈ പില്ലറിലുള്ള കൊത്തുപണി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇന്ത്യൻ വാസ്തുശില്പ കലയും കാണാം. അമ്പലങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള പില്ലേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ടാണ് ഈ പില്ലേഴ്സ് ഇവിടെ വെച്ചിട്ടുള്ളത്. ആനിമൽസിന്റെ ഒക്കെ തലഭാഗം, ഹ്യൂമൻസിന്റെ ഒക്കെ തലഭാഗം മാറ്റിയിട്ടുണ്ട്. അത് നമ്മളിത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഈ പള്ളി ബിൽഡ് ചെയ്യാൻ റെഡ് സാൻഡ്സ്റ്റോൺ, ഗ്രേ ക്വാർട്സും വൈറ്റ് മാർബിളും യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഇന്ത്യൻ ഹിന്ദു കൾച്ചറും ഇസ്ലാമിക് അറബ് കൾച്ചറും ഒക്കെ മിക്സ് ആയിട്ടുള്ള അതിമനോഹരമായൊരു സൃഷ്ടിയാണ്. ഖുവത്തുൽ ഇസ്ലാം മോസ്കിലേക്കുള്ളൊരു എൻട്രി ആണിത്. അപ്പൊ ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മോസ്കിന്റെ ചുറ്റും ഒരു കിടങ്ങുണ്ട്. ഇതിന്റെ എല്ലാ സൈഡിലും ഉണ്ട് ഈ ഒരു കിടങ്ങ്. അപ്പം അതിനെ കവർ ചെയ്യാനാണ് അതുപോലെ ഒരു ബ്രിഡ്ജ് അവിടെ വെച്ചത്. ഖുവത്തുൽ ഇസ്ലാം മോസ്കിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രിയാണ് ഇത്. ഇവിടെയുള്ള മറ്റൊരു അത്ഭുതങ്ങളിൽ ഒന്നാണ് അയേൺ പില്ലർ. ഏകദേശം 1600 വർഷത്തിലധികം പഴക്കമുള്ള ഈ അയേൺ പില്ലറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇതുവരെ റസ്റ്റ് ഒന്നും പിടിച്ചിട്ടില്ല. ഈ നേരെ കാണുന്ന ഖുവത്തുൽ ഇസ്ലാമിന്റെ മോസ്കിന്റെ ഇടയിലൂടെ കാണുന്ന ആ ഒരു ബ്ലാക്ക് പില്ലർ, അതാണ് അയേൺ പില്ലർ. ഇതും വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ്. ഇത്ര അധികം വർഷങ്ങൾ വെയിലും മഴയും കാറ്റും എല്ലാം തട്ടിയിട്ടും ഇതിന് ഒരു റെസ്റ്റും ഇല്ല. ഇത്രയും വർഷം പഴക്കം ഉണ്ടാക്കിയ ഒരു അയൺ പില്ലർ. അപ്പൊ അന്നത്തെ ആ ഒരു ടെക്നോളജി അവർ യൂസ് ചെയ്ത് എന്തായിരിക്കും? ഇന്നും സയന്റിസ്റ്റിന്, മോഡേൺ സയൻസിന് കണ്ടുപിടിക്കാൻ കറക്റ്റായിട്ട് പറ്റിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് റെസ്റ്റ് പിടിക്കാത്തത്, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെറ്റൽ കോമ്പോസിഷൻ എന്താണെന്ന്. 2003 ഉണ്ടായിരുന്ന സ്റ്റഡീസിന്റെ ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ ഈ പില്ലർ വ്രോട്ട് അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ അതിൽ ഫോസ്ഫറസ് കൂടുതലും സൾഫറും മഗ്നീസിയം വളരെ കുറവുമായിരിക്കും. അത് കാരണം ഈ പില്ലറിന് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാവും, മീസ വൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ. അതാണ് ഇതിനെ റെയിനും വിൻഡെന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. 7.21 മീറ്റർ ഹൈറ്റ് ഉള്ള അയൺ പില്ലറിന്റെ 1.12 മീറ്റർ ഭൂമിക്കടിയിലാണ്. ഇതിന്റെ വിഡ്ത്ത് 16 ഇഞ്ച് ഡയാമീറ്റർ ആണ്. ഈ ഒരു പില്ലറിന് 6 ടൺ ആണ് ഇതിന്റെ വെയിറ്റ്. ഇന്ത്യൻ ഹിസ്റ്ററി പ്രകാരം അയൺ പില്ലർ കൺസ്ട്രക്ട് ചെയ്തത് ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ്. ഗോഡ് വിഷ്ണുവിനോടുള്ള ഭക്തി സൂചകമായിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഈ തൂണിന്റെ മുകളിൽ ഒരു ഗരുഡ സ്റ്റാച്യു ഉണ്ടായിരുന്നു, അത് ഇപ്പൊ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഗരുഡ പില്ലർ എന്നും വിളിച്ചിരുന്നു. ഈ തൂണിന്റെ മുകളിൽ കൊത്തിവെച്ച ഇൻസ്ക്രിപ്ഷൻസ് കാണാം. ഗുപ്ത ഡൈനാസ്റ്റിയിലെ രാജാവായ ചന്ദ്രഗുപ്ത സെക്കൻഡിനെ കുറിച്ചാണ് അത്. വംഗദേശത്തെ ഒരു കൂട്ടം ഭരണാധികാരികളോട് ചന്ദ്രഗുപ്ത സെക്കൻഡ് ഒറ്റയ്ക്ക് പോരാടി ജയിച്ച ചരിത്രം ആ അയൺ പില്ലറിന്റെ മേലെ കുത്തിവെച്ചിട്ടുണ്ട്. സാൻസ്ക്രിറ്റിലാണ് അത് കൊത്തിവെച്ചത്. അതിന് യൂസ് ചെയ്തത് ബ്രഹ്മി സ്ക്രിപ്റ്റ് ആണ്. ഈ പില്ലർ ഇപ്പൊ ഉള്ളത് ഖുവത്തുൽ ഇസ്ലാം മോസ്കിന്റെ കോർട്ട്യാർഡിലാണ്. ഉദയഗിരിയിൽ നിന്നും സുൽത്താൻ ഇൽത്തുമിഷിന്റെ ആജ്ഞപ്രകാരമാണ് അത് ഇവിടെ സ്ഥാപിച്ചത്. എല്ലാവരും ഇവിടെ തീർച്ചയായും വിസിറ്റ് ചെയ്യണം. അപ്പം നമ്മളെല്ലാവരും തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഡൽഹി. നമുക്ക് വിസിറ്റ് ചെയ്യാൻ ചരിത്ര പ്രധാനമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി അപ്കമിങ് വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും എൻ്റെ എല്ലാ വീഡിയോസും മറക്കാതെ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പം ഞാൻ ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യണേ.